RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപക്ഷ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്റർ മിയാമി തോറ്റപ്പോ മുങ്ങിയ ആളാണ്. എന്നിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യണം, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ആള് നല്ല പൊന്തി വന്നത്. പക്ഷെ ഇന്റർ മിയാമി തോറ്റത് തോൽക്കുന്ന എല്ലാവർക്കും അറിയാം, PSG-നൊപ്പമായിരുന്നു. ആ 99% PSG ജയിക്കുന്ന പറയുമ്പോ 1% ഇന്റർ മിയാമി ജയിക്കുന്ന പറയുന്നത് അവരെല്ലാരും. അതെല്ലാരും പറയുന്നത് മെസ്സി കാരണം മാത്രമാണ്. നിങ്ങൾ എത്ര വലിയ ടീമിനെതിരായിട്ടാണ് കളിക്കണമെങ്കിലും ഈ ചെറിയ ടീം ഉണ്ടല്ലേ, ഏത് ചെറിയ ടീമാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് നിങ്ങൾ ജയിക്കണം എന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതൊക്കെ ശരിയാണ്, അതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഇന്നലെ PSG ഒക്കെ ഇന്റർ മിയാമി അടിക്കുന്ന പറയുന്നത് എന്തോ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിന് എന്തിനാ അടുപ്പിച്ച് കൊണ്ടുവന്ന് ബ്രേക്കിംഗ് ന്യൂസ്. ഒരു മിനിറ്റ് ഞാൻ ഗസ് ചെയ്യട്ടെ. അല്ലല്ല, നിക്കോ വില്യംസിന്റെ സൈനിങ് ഒന്നല്ല, അതിന്റെ മേലെ അതുക്കും മേലെ പിന്നെ എന്ത് അതൊക്കെ ഉണ്ട്. ഇന്ന് ഇപ്പൊ വൈകുന്നേരം ഇപ്പോ കുറെ സോഷ്യൽ മീഡിയ പേജുകളിൽ കിടന്ന് റൂമേഴ്സ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താവും സത്യം എന്ന് പറയാൻ പറ്റില്ല. ബാഴ്സലോണയിലേക്കോ അല്ലെങ്കിൽ ഏത് നിക്കോ വില്യംസിന്റെ കാര്യമൊന്നല്ല, അടുത്തൊരു കാര്യം വരാൻ പോകുന്നത് ഇന്റർ മിയാമിയിൽ നിന്ന് മെസ്സി വിട പറയുകയാണ്. വിട പറയാന്ന് പറഞ്ഞാൽ ഈ ഒരു 6 മാസത്തിന് വേണ്ടിയിട്ട് ഇന്റർ മിയാമിയിൽ നിന്ന് മെസ്സി ഒരു യൂറോപ്യൻ ക്ലബുകളിലേക്ക്, ഒരു നല്ല കോമ്പറ്റേറ്റീവ് ലീഗ്, വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ലീഗ് മാറുകയെന്ന് പറഞ്ഞിട്ട് അർജന്റീന ജേർണലിസ്റ്റ് ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ESPN-ഉം ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള 6 മാസം, അത് വെള്ളിയാഴ്ചയാണ് പറഞ്ഞതാണ് ജേർണലിസ്റ്റ് പറഞ്ഞത്, എന്നോട് മെസ്സി പറഞ്ഞു. മെസ്സി കുടുംബം ഇനി ഉള്ള 6 മാസക്കാലം യൂറോപ്പിലോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ആയിട്ട് ഏതെങ്കിലും 6 ലീഗുകളിൽ കളിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോ മിക്കവാറും യൂറോപ്പിലെ ഏതെങ്കിലും ഒരു ടീം തൂക്കും അല്ലെ. ഇതിപ്പോ ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ്. സത്യമാണെങ്കിൽ ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ്, അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. നാളെ ഇത് എന്താണ്, ഇത് സത്യമായിരുന്നെങ്കിൽ മെസ്സി അല്ല, മെസ്സിന്റെ വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇന്റർ മിയാമി പക്ഷേ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് 2025 അവസാനം വരെ മെസ്സി ആയിട്ട് കരാറുണ്ട്, അപ്പൊ മെസ്സി എവിടെയും പോകുന്നില്ല എന്നൊക്കെ ഇന്റർ മിയാമി പ്രസ്താവന വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമല്ല. എനിക്ക് ഇന്നലത്തെ ഇന്റർ മിയാമിയുടെ കളി കണ്ടപ്പോ എനിക്ക് തോന്നിയത് മെസ്സിക്ക് ഒരിക്കലും അർഹിച്ച ഒരു ടീമല്ല ഇന്റർ മിയാമി. എന്താണ് ടീമില് അത്രയും കളിക്കാൻ അതെ, ഇത് അവൻ നിർത്തിയിട്ട് മെസ്സിനെ വിട്ടാൽ കൂടി ചിലപ്പോൾ ഇതിനേക്കാൾ ഉഷാറായി കളിച്ചിട്ടുണ്ടാവും. എനിക്ക് ഇന്നലെ എനിക്ക് സങ്കടം തോന്നിയത് ആ വിങ്ങിലൂടെ ഒരു അറ്റാക്ക് ചെയ്ത് പോകുന്ന സമയത്ത് മെസ്സി ഇങ്ങനെ പറയാണ് പ്ലെയറോട്, അങ്ങോട്ട് കയറിപ്പോ കൈ കൊണ്ട്. നമ്മള് ഈ ട്രെയിനൊക്കെ ട്രെയിനിങ്ങിനൊക്കെ കാണില്ലേ, അതേപോലത്തെ അവസ്ഥ. അങ്ങോട്ട് പോകുന്ന അവനെ കൊണ്ട് തിരിയുക പ്ലെയർ, എന്നിട്ട് വല്ല കയറി പോകുന്നു, ബോൾ തട്ടി കൊടുക്കുന്നു, പിന്നെ അതുവരെ കൊണ്ടിട്ട് അത് തിരിച്ച് കൊളാക്കുന്നു. അങ്ങനെ കുറെ അവസരങ്ങൾ ഇന്നലെ സെക്കൻഡ് ഹാഫില് അങ്ങനത്തെ കളിയാണ്. പിന്നെ സുവാരസിന്റെ ഒരു ഈസി ടാപ്പിൻ ഗോളുകൾ, അതൊക്കെ പ്രായത്തിന്റെയാണ്, പറഞ്ഞിട്ട് കാര്യം. അവർക്കൊക്കെ ഏജ് ആയി. പക്ഷെ ഏജില് ഇതിനേക്കാളും 38 വയസ്സായിട്ടാണ് മെസ്സി കളി കളിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും യൂറോപ്പ് അർഹിക്കുന്നുണ്ട്. ഞാനും മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, എന്തിനാണ് മെസ്സി നിങ്ങൾ ഇത്ര നേരത്തെ യൂറോപ്പ് വിട്ടുപോയത്, നിങ്ങളുടെ കളികൾ കാണാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നു. എന്റെ ഒരു ആഗ്രഹത്തില് ഒരു 6 മാസം ഇപ്പൊ കളിക്കുകയാണെങ്കിൽ ആൾക്ക് ലോകകപ്പ് ആകുമ്പോഴേക്കും ഫിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ ഒരു MSL കളിയും കാര്യങ്ങളൊക്കെ കുറച്ച് ടഫൊക്കെയാണ്, ശരിയാണ്. പക്ഷെ യൂറോപ്പിൽ പോലെ ഒരു ക്ലബിൽ കളിക്കുമ്പോൾ അതിന്റെ വൈബ് വേറെ തന്നെയാണ്. അപ്പോ ഏത് ക്ലബിലായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ? FC ബാഴ്സലോണയ്ക്ക് ഇപ്പൊ ലമീൻ ഉണ്ടല്ലോ. ബാഴ്സലോണയിൽ വരിക എന്ന് പറഞ്ഞാല് ഒരു അടിപൊളി സംഭവം എന്ന് പറഞ്ഞാല് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന പോലെയായി. ഒരു 6 മാസം കളിച്ചിട്ട് റഫീനയുടെ പൊസിഷനിൽ, ഇപ്പൊ റഫീനെ കളിപ്പിക്കാവുന്ന പൊസിഷനിൽ മെസ്സിനെ കളിപ്പിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റഫീനെ ആയിട്ട് കളിക്കാൻ. സെൻട്രൽ തന്നെ, സെൻട്രൽ പൊസിഷനിലാണ് കളിക്കുന്നത്. നമ്പർ 10 റോളിൽ കളിക്കാൻ വേണ്ടിട്ട് മെസ്സിനെ കൊണ്ട് കഴിയൊക്കെ യമാനൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു തീപ്പൊരി സൈനിങ് ആവും. എന്താ പറഞ്ഞാല് സെപ്റ്റംബറിൽ ഇത് വരുന്നുണ്ട്, ക്യാമ്പ് ന്യൂവിന്റെ റിനോവേഷൻ. അത് കഴിഞ്ഞിട്ട് അവിടെ മത്സരം ജോൺ ക്യാമ്പ് ട്രോഫി നടക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ ലാ ലീഗ് മത്സരങ്ങളും അവിടുത്തെ ഇതൊക്കെ സ്പോട്ടിഫൈ ക്യാമ്പ് ന്യൂവിൽ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അത് മെസ്സിനെ അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അതൊന്നും തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതും സ്വപ്നതുല്യമായ ഒരു തിരിച്ചുവരവായിരിക്കും വിചാരിക്കുന്നു. പിന്നെ ഉള്ള ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാല് മെസ്സിയുടെ ചൈൽഡ്ഹുഡ് ക്ലബിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതും അത്ര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇതല്ല, അർജന്റീന ലീഗാണ്. പിന്നെ ഉള്ളത് ഇപ്പൊ പറയുന്ന റൂമേഴ്സിലൊക്കെ വരാൻ മുമ്പുള്ള റൂമേഴ്സിലൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ഉണ്ടായിരുന്നു. എന്റെ ഒരു അഭിപ്രായത്തില് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് അത്ലറ്റിക്കോ മഡ്രിഡിലേക്ക് പോകുന്നല്ലേ. അത്ലറ്റിക്കോ മഡ്രിഡ്
പറയാൻ പറ്റില്ല. ഇല്ല, അറ്റാലിക്കോ മട്ടിക്ക് പോകണമെന്നുള്ള അവിടെ 7ഓളം അർജന്റീന താരങ്ങൾ കളിക്കുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല. ചിലപ്പോ മെസ്സി അങ്ങോട്ട് എടുക്കും ഒരു കാര്യം. ജൂലിയൻ ആൽവാരസും മൊളീനിയോ അങ്ങനെ ഡീപോളോ അങ്ങനെ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. 7ഓളം പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ഈ ന്യൂസ് ഇപ്പൊ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഏകദേശം മെസ്സി ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ ഒരുപാട് ക്ലബ്ബ് വരും മെസ്സിയെ കുത്തിക്കൊണ്ടാൻ വേണ്ടിട്ട്. ഒരു 6 മാസം കൊണ്ട് മെസ്സിയുടെ ജേഴ്സി വിറ്റാൽ മതി അവർക്ക്. അതുകൊണ്ട് അത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ ഇപ്പൊ നാളെയൊക്കെ ചിലപ്പോ നാളെ ഇന്നിപ്പോ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഈ ന്യൂസുകൾ സ്പ്രെഡ് ആയി തുടങ്ങിയത്. നാളെ രാവിലെ മുതൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒന്ന് കത്തും. ഇതൊരു റൂമർ ഒരു 50% മുകളിലായി കഴിഞ്ഞാൽ തന്നെ ഈ ESPN അതേപോലെ അർജന്റീനയുടെ ജേർണലിസ്റ്റ് ഇയാള് ഇതിനു മുമ്പ് കുറെ മെസ്സിയുടെ PSG മാറ്റാൻ മുൻപ് കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും സംഭവിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് നടക്കുന്നത്. എന്താന്ന് പറഞ്ഞാല് മെസ്സി ഇതുവരെ നേടിയ ഗോളുകള്, അസിസ്റ്റുകള്, അതേപോലെ ബാലൻ ഡിയോർ, ഗോൾഡൻ ബൂട്ടുകള്, അതേപോലെ ഒരുപാട് അവാർഡുകള്, വേൾഡ് കപ്പ്, കോപ്പ അമേരിക്ക, ചാമ്പ്യൻസ് ലീഗുകളുടെ എണ്ണങ്ങൾ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയിൽ തുടങ്ങിയിട്ട് ബാഴ്സലോണ ലാമാസയിൽ കളി തുടങ്ങി ബാഴ്സലോണയുടെ കുപ്പായി തന്നെ അവസാനിക്കണമായിരുന്നു. പക്ഷെ നിർഭാഗ്യം കൊണ്ട് ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രതിസന്ധി രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നതുകൊണ്ട് PSG ചേക്കനുണ്ട്. PSG പോയി 2 കൊല്ലം. PSG നെയ്മറും ബാപ്പയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്ര സുഖകരമായ കാര്യങ്ങളായിരുന്നില്ല. തീർച്ചയായിട്ടും എന്താന്ന് പറഞ്ഞാല് അവിടെ PSG വേണ്ടത് ഒരു ചാമ്പ്യൻസ് ലീഗ് 1-2 സീസൺ കൊണ്ട് എടുക്കാൻ പറ്റുന്നല്ല. അത് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്. ലോകോത്തര ക്ലബ്ബുകൾ, യൂറോപ്പും ഭരിക്കുന്ന ലോകോത്തര ക്ലബ്ബുകൾ കളിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് തന്നെ പറയാം. അതില് പെട്ടെന്ന് പോയിട്ട് ഒരു സീസൺ 2 സീസൺ കൊണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ PSG എത്ര കാലം കഴിഞ്ഞിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് കിട്ടിയപ്പോ അതെ, അതും ഒരു കാരണം. അങ്ങനെ കിട്ടാത്ത വന്നത് നെയ്മർക്കെതിരെയും മെസ്സിക്കെതിരെയൊക്കെ ആരാധകര് രോഷ പ്രകടനവും ഗോളികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം മെസ്സി 2022 വേൾഡ് കപ്പ് കൂടി എടുത്തില്ലേ. വേൾഡ് കപ്പ് കൂടി എടുത്തോടുകൂടിയിട്ട് ഫ്രാൻസ് തോൽപ്പിച്ചെടുക്കുന്നത്. ഫ്രാൻസിൽ ഒരു മെയിൻ ക്ലബ്ബാണ് PSG. അപ്പോ തീർച്ചയായിട്ടും അവിടുത്തെ ആരാധകർക്ക് അതൊന്നും പറ്റാതെയായി. മെസ്സിക്ക് നല്ലൊരു സ്വീകരണം വരെ കൊടുത്തില്ല. വേൾഡ് കപ്പ് ഫേവറേറ്റുകളായിട്ട്, വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ട് വരുന്ന ഒരു പ്ലെയർക്ക് കൊടുക്കേണ്ട സ്വീകരണം എന്നല്ല അവിടുന്ന് കൊടുത്തത്. അവരിപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടില്ല. അതെ അത് എനിക്ക് തോന്നുന്നത് എന്താ പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണെങ്കിൽ PSG ആരാധകരെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടേണ്ടത് എംബാപ്പേനോടാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എംബാപ്പെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് ഉള്ള സമയത്ത് റയൽ മഡ്രിഡിലേക്ക് പോവാതെ അങ്ങനെ നിന്ന് കോൺട്രാക്ട് അവസാനിച്ച ശേഷമാണ് റയൽ മഡ്രിഡിലേക്ക് പോകുന്നത്. അപ്പോൾ റയൽ മഡ്രിഡുകാരും ഒരുപാട് പ്രതീക്ഷ ഇപ്പൊ വരുന്ന പറഞ്ഞാൽ ലാസ്റ്റ് കോൺട്രാക്ട് ക്ലോസ് ചെയ്ത ശേഷം കോൺട്രാക്റ്റിലായിരുന്നു സൈനിങ് ആണെങ്കിൽ PSG കുറച്ച് വരുമാനം ഉണ്ടായിരുന്നു. അതില്ലാതെ ഫ്രീ ഏജന്റ് ആയിട്ടാണ് ആള് പോയത്. അതെ, അപ്പോ അങ്ങനെയാണ് റയൽ മഡ്രിഡിൽ വരുന്നത്. അപ്പോൾ ആളോടാണ് ശരിക്കും PSG ആരാധകർക്ക് ദേഷ്യം ഉണ്ടാവേണ്ടത്. പക്ഷെ മെസ്സിക്ക് നെയ്മർക്കെതിരെയാണ് അവര്. എന്താണ് നെയ്മറിനെ മെസ്സിയിൽ അത്രയും പ്രതീക്ഷ ചാമ്പ്യൻസ് ലീഗ് PSG കൊണ്ടുവരുന്നത് പറ്റിയില്ല. അങ്ങനെ ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് മെസ്സി ഇന്റർ മിയാമി, ബെക്കാമിന്റെ ഇന്റർ മിയാമിയിൽ അമേരിക്കയിൽ പോകുന്നത്. അമേരിക്കയിൽ ആള് പറയുന്നത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാമിലി ആയിട്ട് ഇനി എല്ലാം നേടി കഴിഞ്ഞു. വേൾഡ് കപ്പും കോപ്പ അമേരിക്ക, ചാമ്പ്യൻസ് ലീഗ് എല്ലാം നേടി കഴിഞ്ഞു. ഇനി അപ്പോ വേൾഡ് കപ്പ് 2026 വേണ്ടിയിട്ട് അമേരിക്കയിൽ നടക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു ക്ലബ്ബിൽ ഇന്റർവ്യൂ ബെക്കാം ക്ഷണിച്ചതാണ്. അപ്പൊ അവിടെ ആൾക്ക് കുറച്ച് ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയപ്പെടുന്നുണ്ട്. അഡിഡാസ് ആയിട്ടുള്ള ഡീലുണ്ട്, അതേപോലെ ആപ്പിൾ ആയിട്ട് എന്തൊക്കെയോ ഡീലുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഡീലുകളും കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് അതിൽ കുറെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ആൾ അവിടെ പോയിട്ട് ഒരു ഹാപ്പി ലൈഫ് ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്ലബ് വേൾഡ് കപ്പ് എന്നൊരു സംഭവം വരാൻ പോകുന്നത്. അതും വിപുലീകരിച്ച് ഇത്ര ടീമുകളെ കൂട്ടിയിട്ട് ഒരു ക്ലബ് വേൾഡ് കപ്പ്. അപ്പൊ അതിൽ ഹോസ്റ്റ് കൺട്രി ആയിട്ട് അവിടുത്തെ ഏറ്റവും മികച്ചൊരു ക്ലബ്ബായിട്ട് ഇന്റർ മിയാമി കൊണ്ടുവന്നു. ഇന്റർ മിയാമി കൊണ്ടുവന്നപ്പോ എല്ലാവരും ട്രോളുകളായത്. ഇന്റർ മിയാമി ഫസ്റ്റ് റൗണ്ട് കടക്കില്ല, ഗ്രൂപ്പില് ഫോട്ടോയും പാൽമേരസ് കണ്ടപ്പോ ഫസ്റ്റ് റൗണ്ട് കടക്കില്ലെന്ന് പറഞ്ഞു. പക്ഷെ 2 തോൽവി അറിയാതെയാണ് ഫസ്റ്റ് റൗണ്ട് കടന്നത്. പോർട്ടോനെ, യൂറോപ്യൻ ചാമ്പ്യന്മാരായ പോർട്ടോനെ തോൽപ്പിച്ചിട്ടാണ് അവര് സെക്കൻഡ് റൗണ്ടിലേക്ക് കയറിയത്. സെക്കൻഡ് റൗണ്ടിൽ അവർക്ക് പഴിച്ച എവിടെയെന്ന് പറഞ്ഞാൽ പാൽമേരസ് ആയിട്ടുള്ള കളിയിൽ 2 ഗോളിൽ വിജയിച്ചിട്ട് 80 മിനിറ്റ് ശേഷം സമനിലയിൽ പിരിയേണ്ടി വന്നു. അതോടെ പാൽമേരസ് ഗോൾ ഡിഫറൻറ്റിൽ 1ാം സ്ഥാനത്ത് വരികയും PSG സെക്കൻഡ് റൗണ്ട് ഓഫ് 16 PSG എതിരാളികൾ. അങ്ങനെ PSG ആയിട്ടൊന്ന് അല്ലെങ്കിൽ ബോട്ടഫോഗ ആയിരുന്നു എതിരാളികൾ. ബോട്ടഫോഗ ആണെങ്കിൽ ചിലപ്പോ ക്വാർട്ടർ ഫൈനലിലേക്ക് ചരിത്രപരമായിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമായിരുന്നു. അപ്പോ എന്താണ് ഇനി മെസ്സി വരുമില്ലയോ അറിയില്ല, പറയാൻ പറ്റില്ല. ഫുട്ബോൾ ആണ്, ഡിസിഷൻസ് മേക്ക് ബൈ ദ പീപ്പിൾ. അങ്ങനെ തന്നെ. പിന്നെ ഇപ്പൊ നിക്കോ വില്യംസിന്റെ ഒരു സൈഡ് കൊടുക്കുന്ന റൂമർ തകർത്തു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നിക്കോ വില്യംസ് സൈൻ ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് വരെ പറഞ്ഞത്. കാരണം ജസ്റ്റ് മെസ്സി അങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞാല് ഇല്ല, നിക്കോ വില്യംസിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാല് നിക്കോ വില്യംസ് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നും ഭാഷയിൽ ഇല്ലാതിരിക്കണം എന്ന് ആൾക്കൊരു പ്രോമിസ് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അതൊരു ഹോൾഡിൽ നിൽക്കുന്നത്.
അതേപോലെ അത്ലറ്റിക്കോ ബിൽബാവോ നല്ല പ്രഷറാണ് നിക്കോ വില്യംസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതും റൂമർ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഫുട്ബോൾ ലോകത്ത് എന്തൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഡെയിലി നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും.